പക്ഷെ പലപ്പോഴും ആ ഘട്ടങ്ങളിൽ മുൻമന്ത്രി അബ്ദുൾ റഹ്മാനൊക്കെ ഈ ക്ഷുഭിതനാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കും. മെസ്സി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് തികച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ദേഷ്യപ്പെടണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചോദ്യങ്ങൾ അസ്വസ്ഥയായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം അറിയുള്ളൂ. ഇത് അന്ന് അവർക്ക് മാത്രം അറിയുമെന്നായിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ മെസ്സി വരുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പിന്നെ കായിക വകുപ്പിന്റെ ചുമതലയേറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ചോദ്യം, മെസ്സിയെ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മെസ്സിയെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എതിർപ്പില്ലല്ലോ, നമുക്കും താല്പര്യമുള്ള കാര്യമാണല്ലോ. ഞാനും ഒരു മെസ്സിയുടെ ആരാധകനാണല്ലോ. അപ്പൊ എവിടെയാണ് ഈ ഫയൽ നിന്ന് പോയത്, എന്തുകൊണ്ടാണ് മെസ്സി വരുന്ന ചർച്ച അവസാനിച്ചു പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന മാത്രമല്ല, മലപ്പുറം ഉൾപ്പെടെ ഒട്ടേറെ ഫുട്ബോൾ പ്രേമികളിൽ നിന്ന് പലവിധങ്ങളായ പരാതികൾ ഇതിന്റെ പല ഘട്ടങ്ങളായിട്ട് ഉയർന്നു വന്നു. അവർ വാക്കാൽ പറഞ്ഞതുകൊണ്ട് അല്ലാതെ നൽകിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും ഏത് ഘട്ടത്തിലാണ് ഇത് നിന്ന് പോയത്, എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു കാരണം ഒരുപാട് വലിയ വിവാദമായതാണല്ലോ. 2 വർഷക്കാലത്തോളം നമ്മൾ കേരളത്തിനകത്ത് മെസ്സി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും മെസ്സി വരാതിരിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം കൂടിയാണല്ലോ. അപ്പം അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഇപ്പൊ പറയാതിരിക്കുന്നത് അതങ്ങനെ ഒരു രീതിയല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ചോദ്യങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചുണ്ടാവും എനിക്കറിയാം. പക്ഷെ എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്ന് ഈ സ്പോൺസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ലെവലിൽ ഒരു അദ്ദേഹത്തിന്റെ നഷ്ടം, സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കാം. പക്ഷെ നിയമം മുന്നോട്ട് പോകേണ്ടത് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ആയിട്ടല്ല, വ്യക്തിയുടെ ലോസ് ആൻഡ് പ്രോഫിറ്റിനെ പിന്നെ ആശ്രയിച്ചല്ല ഒരു സ്റ്റേറ്റ് ആക്ട് ചെയ്തു പോകേണ്ടത്. ഇപ്പൊ സ്റ്റേറ്റ് ആക്ട് ചെയ്യേണ്ടതായ വിഷയങ്ങളിൽ അവിടെ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് കൂടുതൽ ഫർദർ എൻക്വയറി നടക്കുന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ പോലെ അതെല്ലാം ഫർദർ ആയിട്ടുള്ള എൻക്വയറികളിൽ പരിശോധിക്കപ്പെടും. അതെല്ലാം കായിക വകുപ്പ് മാത്രം അന്വേഷിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് പിന്നെ അന്നത്തെ ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇടപാടുകളിൽ ക്രമങ്ങളിൽ ലഭ്യമായ ഫയലുകളിൽ കാണുന്ന മിസ്അപ്രോപ്രിയേഷൻ ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചൂണ്ടിക്കാണിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അന്വേഷണത്തിന് ശേഷം അല്ല, കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ഞാൻ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത ഫയൽ ഗവൺമെന്റ് ക്യാബിനറ്റോ അല്ലെങ്കിൽ സിഎംഒ ആണല്ലോ തീരുമാനമെടുക്കുന്നത്. ഞാനിപ്പോ പറയുന്നില്ല. നമുക്ക് ഒരു 10 മിനിറ്റുള്ള അവസാനിപ്പിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരാതികളുണ്ടായിരുന്നു. 1. 2 പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ഇത് അടുത്ത ഘട്ടത്തിൽ മെസ്സി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്പം ശ്രമം ഞങ്ങൾ കൂടി നടത്തിയാൽ മെസ്സി വരുമെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഒരു പരിശോധന നടത്തി പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, കേരളത്തിൽ ഇത്രയും വലിയ പ്രമാദമായ ഒരു സംഭവമാണല്ലോ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മെസ്സേജൊക്കെ വരാറുണ്ട്. ചെറിയ കുട്ടികളിലേക്ക് മെസ്സേജ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അവരുടേതായ ലാംഗ്വേജിൽ, ഞാൻ പറഞ്ഞ വേർഡ്സിലല്ല, അവരുടേതായ ടോണിലുള്ള ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു കൗതുകത്തിന്റെ പേരിൽ ഞങ്ങളത് പരിശോധിച്ച് നോക്കി. പരാതി ഉണ്ട്, ആ പരാതി പരിശോധിക്കാതിരിക്കാൻ സാധിക്കില്ല. ആ പരാതി പരിശോധിച്ച് നോക്കി. ഫയലിൽ ഒരു കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ അത് പൂർത്തിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാർത്ത ഇന്ന് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന അത്രയാണ്. അതെല്ലാം ഒഫീഷ്യലാണെന്ന് ഇപ്പൊ പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത്. ഓ, അതിലൊക്കെ കുറെ കൂടി കാര്യങ്ങൾ വേറെ പുറത്തു വരാനുണ്ട്. വരട്ടെ, ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ പിന്നെ ഇനി അടുത്ത അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതും കൂടെ വിളിച്ചു പറഞ്ഞാൽ അത് സുഖകരമായ കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇപ്പൊ നടത്തുന്നതിൽ ശരിയല്ല. അപ്പൊ അവർ കൈമാറിയ പണം അങ്ങനെയാണ് എന്ന് ഞാനിപ്പോ പറയുന്നത് ഒരു ന്യായ കാര്യമല്ല. പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന് അനുബന്ധമായ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുള്ള നികുതിയും കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അതിന് വേണ്ട വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിലുള്ള കൈമാറ്റാണ് ഉണ്ടാകേണ്ടത്. അതാണ് പറഞ്ഞത്. ഇതെല്ലാം ഇതിന്റെ മറ്റനുബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ കായിക വകുപ്പിന്റെ അന്വേഷണത്തിന്റെ പരിധി നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് അതിന്റേതായ ഗൗരവമുള്ള ബോഡിയിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്, വകുപ്പിൽ അന്വേഷിക്കേണ്ട കാര്യം.